നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ അങ്കിളെ സ്ത്രീകൾ ചിന്തിക്കുന്നത്. അവർ സംഭവിക്കാൻ പാടില്ലാത്തതേ ആലോചിക്കൂ. കല്യാണിയോട് ഞാൻ നേരിട്ട് സംസാരിക്കുന്ന പറഞ്ഞിട്ടാ ഫോൺ കട്ട് ചെയ്ത്. അവന് വല്ല ക്ഷേത്രങ്ങളിലോ മറ്റോ പോകുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയും സംശയിക്കാമായിരുന്നു. നിന്റെ അമ്മ പറഞ്ഞതുപോലെ കാശിയിലോ രാമേശ്വരത്തോ ഹിമാലയത്തിലോ വരെ പോയി അന്വേഷിക്കാമായിരുന്നു. ഓരോന്നോർത്ത് എനിക്കാകെ പേടിയാവുക. എന്തിന്? നീ എന്താരോ എന്ത് ആനന്ദിനെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? തിരിച്ചറിവില്ലാത്തവനൊന്നും അല്ലവൻ ഒരു സുപ്രഭാതത്തിലെല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോവാൻ. അതല്ല അങ്കിളെ, ആനന്ദ് മിസ്സായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ ഇരിക്കുന്ന ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛാ, എത്ര നാളെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ... നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റി? എന്താ മോനെ ഇങ്ങനെ? സുബ്രോ, അവരൊന്നും സംഭവിക്കില്ല. അല്ലെങ്കില് എന്നാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. സുവർണ, എന്റെ ബ്രോയ്ക്ക് വരാൻ... എന്താടാ, അവൻ എല്ലാരും ഒന്ന് കളിപ്പിക്കാൻ നമ്മുടെ കൺവട്ടത്തുനിന്ന് മാറിയിക്കല്ലേ. ഇനി കല്യാണി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. സുവർണ, ഞാനേ ബ്രോയുടെ കമ്പനി വരെ പോയിട്ട് MD ഒന്ന് കണ്ടല്ലോ. അതിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയ? അതൊക്കെ ഞാൻ അന്വേഷിച്ചതാ. അവർക്ക് ഒരു അറിവുമില്ല. മാത്രമല്ല, ഈ ഒരു മാനസികാവസ്ഥയിൽ നീ ഡ്രൈവ് ചെയ്യണ്ട. എനിക്കിന്ന് ഓഫീസ് വരെ പോണം. ലീവ് ലെറ്റർ കൊടുത്തില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം, എവിടേക്കാണെങ്കിലും. മാഡം, മാഡം, ഫുഡ്. മാഡം, കഴിക്കും മാഡം. എനിക്ക് വിശപ്പില്ല, എടുത്തോണ്ട് പോ. ഇന്നലെ മാഡം ഒന്നും കഴിച്ചില്ല. ഗെറ്റ് ഔട്ട്. നിന്നോടല്ലേ എടുത്തോണ്ട് പോകാൻ പറഞ്ഞേ? സോറി മാഡം. കല്യാണി, വല്യൂന്നിനെ കുറിച്ച് എന്തെങ്കിലും ആരോടും പറഞ്ഞില്ലെങ്കിലും ഏട്ടനോട് പറയാതെ വല്യൂഞ്ഞ് ഒരിടത്തേക്കും പോവില്ല. പറ, എന്റെ വല്യൂഞ്ഞ് എങ്ങോട്ടാ പോയത്? കല്യാണി, എന്താ ഇത്? കമ്പനിക്കാര്യവുമായി ആനന്ദ് എവിടെ പോയിരിക്കുക? അവനിങ്ങ് തിരിച്ചു വരും. കല്യാണി വെറുതെ വിഷമിക്കരുത്.
ആനന്ദിന് വേറെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കല്യാണി. ഇല്ല. പിന്നെ അമ്മയുമായിട്ട് അകന്നു നിൽക്കുന്നതിന്റെ ഒരു സങ്കടം മാത്രമേ വല്യുകുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കല്യാണി ധൈര്യമായിട്ടിരിക്കെ. ആനന്ദിങ്ങി വരും. അവൻ പറയാതെ പോയതിലുള്ള വിഷം മാത്രമേ നമുക്കുള്ളൂ. പിന്നെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന ടെൻഷനൊന്നും വേണ്ട. അത് യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഭയപ്പെടാനായി ഒന്നുമില്ല. ഞാൻ ഒരുവിധം അന്വേഷിക്കാവുന്നിടത്ത് എല്ലാം അന്വേഷിച്ചു. ഇനി എന്തെങ്കിലും അപകടം നടന്നോന്നറിയാൻ ആശുപത്രികളെല്ലാം കയറി ഇറങ്ങി. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ആ നാഗമെടുത്ത് പ്രിയങ്കയോ ഗംഗയോ. ഈ കുഞ്ഞേതാ? ഒപ്പളമേ, ഇത് വല്യുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. എന്താ കുഞ്ഞിന്റെ പേര്? സുബ്രഹ്മണ്യൻ പോറ്റിന്നാ. ഏതമ്പലത്തിൽ ശാന്തിയാ? ശാന്തിപ്പണിയല്ല, സർക്കാർ ഉദ്യോഗം. ഓ, കല്യാണി ഇത് ഇത് ഓപ്പോളമ്മ. അതെ, ദാസിന്റെ ഓപ്പോള. ദാസ് എന്നെ ഓപ്പോളെന്ന് വിളിക്കുന്ന കേട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളും എന്തിന് എന്റെ മക്കള് പോലും എന്നെ ഓപ്പോളമ്മയെന്നാ വിളിക്കുന്നത്. ഞാനത് പറഞ്ഞു തിരുത്താനൊന്നും പോയിട്ടില്ല. അത് കാരണം എന്റെ യഥാർത്ഥ പേര് ഞാൻ പോലും മറന്നുപോയ അവസ്ഥയാണ്. അല്ല, കുഞ്ഞിന് എവിടെയാ ജോലി എന്ന് പറഞ്ഞത്? സെയിൽ ടാക്സിലാ. ആ, അത്യാവശ്യം ദമ്പടിയൊക്കെയുള്ള ജോലിയാണെന്ന് ചുരുക്കം. അല്ല, കുഞ്ഞ് വന്നത് എന്തിനാ? കല്യാണി ഒന്ന് കാണാൻ വന്നതാ. വാ, കയറിയിരിക്കെ. ഇല്ല ഒപ്പളമേ, ഞാൻ ഇറങ്ങാം. കൂട്ടുകാരനായിട്ടും ഇവളുടെ കെട്ടിയവനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയില്ല അല്ലേ? അല്ലെങ്കിലും ഇപ്പഴാ കൈയിരിക്കുന്ന കുന്ത്രാണ്ടുണ്ടല്ലോ, അതിൽ കുത്തിയിട്ടുള്ള സൗഹൃദങ്ങളേ ഉള്ളൂ. അതെങ്ങാനും പണിമുടക്കിയാൽ എല്ലാം തീർന്നു. ഇവളുടെ കെട്ടിയവന് സംഭവിച്ചത് അതായിക്കൂടാന്നില്ലല്ലോ. കുഞ്ഞെ, ഞാനൊക്കെ പഴയ തലമുറയിൽപ്പെട്ട ആളാ. അതുകൊണ്ട് തന്നെ ഞാൻ വെട്ടിത്തുറന്ന് പറയുന്ന ശീലക്കാരിയാണ്. അത് നാട്ടുംപുറത്തുകാരുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാ. ഓപ്പളമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ല. വേറൊന്നുമല്ല, കുഞ്ഞും ഇവളുടെ ഭർത്താവ് ആനന്ദും തമ്മില് വലിയ സൗഹൃദങ്ങളും ചങ്ങാത്തങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ കൂട്ടുകാരൻ ഉള്ളപ്പോൾ കൂട്ടുകാരന്റെ ക്ഷേമാന്വേഷണങ്ങൾ നടത്താൻ വരുന്നതല്ലേ ശരി? ഓപ്പളമ്മ, ഞാൻ അറിയാം, കുഞ്ഞിന്റെ മനസ്സിൽ ഒരു കളങ്കവും ഉണ്ടാവില്ല. അതുപോലെ ഇവളുടെ മനസ്സിൽ. ഓപ്പളമ്മ, കല്യാണി എന്റെ പെങ്ങളാ. പെങ്ങളെന്ന് വെച്ചാൽ കുഞ്ഞും ദാസിന്റെ മകനായി സുധയുടെ വയറ്റിൽ പിറന്നെന്നാണോ പറയുന്നത്? ഓപ്പോളമേ, കുഞ്ഞെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നാം. തൃച്ചമ്പത്തെ ചെറുക്കൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ഈ പെണ്ണ് കേൾക്കാത്ത പഴികളില്ല. നാട്ടുകാരൊന്നും പറയില്ലായിരിക്കാം, പക്ഷേ തൃച്ചമ്പരത്തേനുണ്ടല്ലോ പറ്റിയ സാധനങ്ങൾ. കെണിയൊരുക്കി അകപ്പെടുത്താൻ കാത്തിരിക്കുന്നവർ. അവർക്ക് വലവിരിക്കാൻ ഒരവസരം കൊടുക്കണോ? തൽക്കാലം ഈ കിളവി ഇവിടെ ഉള്ളിടത്തോളം കാലമെങ്കിലും ഈ പാവം അവരുടെ വലയിൽ ചെന്ന് വീഴാതെ നോക്കണമല്ലോ. എന്റെ കുഞ്ഞാങ്ങളുടെ മോളായി പോയില്ലേ. കുഞ്ഞിന് വിഷമമായെങ്കിലും ശരി, തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. വിഷമമൊന്നുമില്ല ഓപ്പളമ്മേ. ഞാൻ അത്രയങ്ങ് ചിന്തിച്ചില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ കല്യാണി.
ഓപ്പളമ്മേ, എന്താടി? എന്തും പറയാനിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ആ കുഞ്ഞിന് മനസ്സിലായി. നീ അത് മനസ്സിലാക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. നിനക്കത് മനസ്സിലാവത്തുമില്ല. വെറുതെ വലിയ കണ്ണും നട്ട് നോക്കിയിരിക്കാതെ അകത്തെങ്ങാനും പോയിരിക്കും. പോ. സുവർണ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഏയ്, എവിടെ പോയി അന്വേഷിക്കണമെന്ന് ഒരു രൂപമില്ല അരവിന്ദ്. ആ ഫോൺ ഓൺ ആയിരുന്നെങ്കിൽ സൈബർ സെൽ വഴി ലൊക്കേഷൻ അറിയായിരുന്നു. ഇതിപ്പം ദിശ അറിയാതെ നടുക്കടലിൽ പെട്ട അവസ്ഥയാ. പോലീസിൽ പരാതിപ്പെടാന്ന് വെച്ചാ അപ്പത് മീഡിയ അറിയും, പിന്നെ അത് ലോകം മൊത്തം അറിയും. അതോടൊപ്പം ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെ കുറിച്ച് ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. നമ്മളിനി എന്താ ചെയ്യണ്ടേ? അരവിന്ദ്, കാട് കയറി ചിന്തിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇന്നലെ രാത്രി ഞാൻ കല്യാണിയെ കണ്ടിരുന്നു ഔട്ട് ഹൗസിൽ വെച്ച്. പക്ഷേ അത് വേണ്ടിയില്ലായിരുന്നെന്ന് പിന്നീടാ മനസ്സിലായത്. എന്താ? കല്യാണിയുടെ ഓപ്പളം അവിടെ ഉണ്ടായിരുന്നു. ആനന്ദിന്റെ അഭാവത്തിൽ അവിടെ ചെല്ലുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അതും ശരിയാണ്. അധിക്ഷേപിക്കാൻ വട്ടവിട്ട് പറക്കുന്ന കഴുകൻ കണ്ണുകൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കരുതല്ലോ. അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഞാനും കേട്ടു. മുഖം നോക്കാതെ പറയാനുള്ളത് മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു ഓപ്പോളമ്മ. ഞാനൊന്ന് കാണാനിരിക്കാം. ഓപ്പോളമ്മ പറഞ്ഞത് വലിയ സത്യങ്ങളാ. നമ്മുടെ തലമുറകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ഗുണപാഠങ്ങൾ. ആ, ഞാൻ പറഞ്ഞെന്ന മറ്റൊരു കാര്യം. ഇന്നലെ കല്യാണി കണ്ടപ്പോ ഒരു സംശയം പറഞ്ഞു. എന്ത് സംശയം? ആ സംശയത്തിൽ കാര്യമില്ലേന്ന് എനിക്കും തോന്നി. സുവർണം, പറ. നമ്മൾ ദിശയറിയാതെ ആനന്ദിനെ തിരയുമ്പോൾ ശരിയായ ഒരു ദിശയിലേക്ക് കല്യാണി നമ്മളെ കൊണ്ടെത്തിച്ചു. എന്തുകൊണ്ട് തൃച്ചംബരത്തിന്റെ മുഖ്യ ശത്രുക്കളായ നാഗമടത്തുകാരെ നമ്മൾ മറന്നു? ആദ്യം സംശയിക്കേണ്ടിരുന്നത് അവരെയല്ലേ, പ്രത്യേകിച്ച് ഗംഗയെ. ആനന്ദിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ കരുനീക്കങ്ങളിൽ അവൻ പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. ഒരു സംശയം വേണ്ട, കല്യാണി ചിന്തിച്ച് 100% ശരി. സുവർണ, ഇങ്ങോട്ട് താമസിക്കണ്ട. വാ, നേരെ വിടുന്ന അങ്ങോട്ടത്തേക്ക്. ഇന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം. വണ്ടി എടുക്കുക. മൂന്നാം തരംഗം വരാൻ പോകുന്നു. ഈശ്വര, കലികാല വൈഭവം ഓർക്കുമ്പോൾ പേടിയാവുന്നു. പണ്ടെങ്ങും ഇങ്ങനെയൊന്നും കേട്ടിട്ട് പോലുമില്ല. നീ എന്നെ കാത്തോളണേ നാരായണ. ആപൽ ബാന്ധവ. ചായ. എന്റെ ശീലങ്ങളൊന്നും നീ മറന്നിട്ടില്ല അല്ലേ? ഈ സമയത്ത് ഒരു ചായ എനിക്ക് പതിവുള്ളതാ. ദേ, ഇനി ഒരു തരംഗം കൂടി വരാൻ പോകുന്ന പത്രത്തിൽ വാർത്ത. നാളെ രാവിലെ ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങയും ഇഞ്ചിയും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് വെച്ചേക്കണം. ആ വെള്ളം വേണം കുടിക്കാൻ. ആയുർവേദം വെറും വൈദ്യമല്ല. ചിട്ടയും നിഷ്ഠയും ഉണ്ടെങ്കിൽ ഏത് മഹാമാരിയെയും അകറ്റി നിർത്തും. നീ എന്താ, ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ലേ? കേട്ടു ഓപ്പളമ്മേ.
നീ ഒന്ന് നിന്നേ. നീ എങ്ങനെയാ അവനെ കൊന്നത്? ചോദിച്ചാ കേട്ടില്ലേ? നീ അവനെ കൊന്നോ എന്ന്. സ്വയം വിധവാവേഷം കെട്ടി നിൽക്കുന്ന കണ്ട് ചോദിച്ചു പോയതാ. താലി കഴുത്തി കഴിഞ്ഞ സ്ത്രീകൾ സാധാരണ രീതിയിൽ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്താർ പതിവുണ്ട്. അതിന്റെ പിന്നിലൊരു വിശ്വാസമുണ്ട്. ഈ സിന്ദൂരം എത്രത്തോളം സിന്ദൂര രേഖയിൽ ചാർത്താറുണ്ടോ അത്രത്തോളം ഭർത്താവിന്റെ ആയുസ് കൂടുമെന്ന്. ഞാൻ കല്യാണം കഴിഞ്ഞ് കൃത്യം 7ാമത്തെ വർഷം താലി കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റേണ്ടി വന്നോളാം. 7 വർഷമേ ജീവിച്ചിട്ടുള്ളൂ ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം. ഉറങ്ങാൻ കിടന്നതാ കൂടെ. നേരം വെളുത്തപ്പോൾ എന്നോടൊരു വാക്കുപോലും പറയാതെ, എത്ര വിളിച്ചിട്ടും വിളി കേൾക്കാതെ തണുത്തുറഞ്ഞ രീതിയിൽ കിടക്കുകയായിരുന്നു. പറക്കം മുറ്റാത്ത കുഞ്ഞുങ്ങൾ സങ്കടപ്പെടുമല്ലോ എന്ന് കരുതി എനിക്കൊന്ന് ഉറക്കെ കരയാൻ പോലും പറ്റിയില്ല. ആരൊക്കെയോ ചേർന്ന് എന്റെ സിന്ദൂര രേഖയിലെ കുങ്കുമം തുടച്ചു മാറ്റിയപ്പോൾ രക്തം പൊടിഞ്ഞത് എന്റെ കണ്ണുകളിൽ നിന്ന്. പിന്നെ സിന്ദൂര രേഖയിൽ കുങ്കുമിട്ട് നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഭാഗ്യവതികൾ എന്ന് എന്റെ മനസ്സറിയാതെ പറഞ്ഞു പോകുമായിരുന്നു. ഇന്ന് ഭർത്താവുള്ളവളുമാർക്ക് സീമന്തരേഖയിൽ കുങ്കുമം ചാർത്താനൊരു മടി. പക്ഷേ നീ അങ്ങനെ ആകരുത്. ഇനി നിന്നെ ഇങ്ങനെ കണ്ടേക്കരുത് എന്റെ മുന്നിൽ. പോടി. ഭർത്താവ് ചത്തിട്ടില്ലെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ പോയി സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തി വാ. പോ. നിങ്ങളെന്താ ഇവിടെ? എവിടെയാണ് എന്റെ ബ്രോ? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ബ്രോ എവിടെയെന്ന്? നിന്റെ ബ്രോയെ കാണാതായ തേടി വരാനുള്ള സ്ഥലം ഇതല്ല. മനസ്സിലായില്ലേ? ഇത് തൃച്ചംബരത്തിന്റെ പിന്നാമ്പുറമല്ലാന്ന്. അരവിന്ദ്, അരവിന്ദ് വേണ്ട, അരവിന്ദ് വേണ്ട, സംസാരിപ്പിക്കേ. പറയടി, എന്റെ ബ്രോ എവിടെ? അല്ലെങ്കിൽ ഇപ്പട്ട വെച്ച് തീരുന്നീ അവസാനിപ്പിക്കും ഞാൻ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? കഷ്ടം. തൃച്ചംബരത്തെ നിന്റെ തറവാട്ടിൽ ഞാൻ ആരാണെന്ന് അറിയിക്കാതെ
അജ്ഞാതവാസം നടത്തിയപ്പോ പോലും നിന്നെ ഭയന്നിട്ടില്ല ഞാൻ. പിന്നെയാ ഞാൻ കരം കൊടുക്കുന്ന എന്റെ സ്വന്തം വീട്ടിൽ വന്ന് നിന്റെ ഈ പേടിപ്പിക്കൽ. ഏയ്, അരവിന്ദ്, ചെമ്പരത്തിനെതിരെ ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും നിന്നെ തേടി ഞാൻ വരാതിരുന്നതേ നിന്നെ ഭയന്നിട്ടൊന്നുമല്ല. വന്ന അടുത്ത സൂര്യോദയം കാണാൻ നീ ഉണ്ടാവില്ലെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാ. ഇന്ന് എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു എന്റെ ബ്രോ എവിടെ? പ്രിയങ്കേ, ഇപ്പൊ നിന്നെ തേടി വന്നത് കൊല്ലിലും കൊലയ്ക്കും ഒന്നുമല്ല. ആനന്ദ് എവിടെ? നിങ്ങൾ അവനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്?